നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദേശത്ത് അവയവദാനം ചെയ്തതിലൂടെ അഭിമാനമായ കാസർഗോഡ് സ്വദേശിയുടെ കുടുംബം ജപ്തി ഭീഷണിയിൽ. യുഎഇയിൽ വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച വളാന്തോട് ചാമുണ്ടിക്കുന്നിലെ PR രതീഷിന്റെ കുടുംബമാണ് ജപ്തി ഭീഷണി നേരിടുന്നത്. പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം. മന്ത്രവാദിനിയും സംഘവും തട്ടിയെടുത്ത 37 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി കണ്ടെടുത്തു. വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കോവിഡ് കെയർ സെന്ററിൽ കഴിയുന്നതിനിടെ രക്ഷപ്പെട്ട പ്രതി 4 വർഷത്തിന് ശേഷം അറസ്റ്റിൽ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആദം ഖാനാണ് അറസ്റ്റിലായത്. ലോക മനുഷ്യാവകാശ ദിനാചരണം ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പനത്തടി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്തിയുറങ്ങാൻ സ്വന്തമായി വീടില്ലാത്തവരെ ചേർത്തുപിടിച്ച് ശക്തി കാസർഗോഡ് പ്രവാസി കൂട്ടായ്മ. സ്നേഹവീട് എന്ന പദ്ധതിയുടെ 2ാമത്തെ വീടിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് പൂച്ചക്കാട്ട് നടന്നു. ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗത്തിലൂടെ തിളങ്ങിയ കാശിഷ് മുകേഷ് അഭിനയത്തിലും തിളങ്ങി. അജാനൂർ പഞ്ചായത്ത് കേരളോത്സവ നാടക മത്സരത്തിലൂടെയാണ് കാശിഷ് തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ചത്. ടൈൽ ഫാക്ടറികളുടെ ചരിത്രം പറഞ്ഞ് ആലന്തട്ടയിലെ ജാനകി സദനം. ഓട്ട് ഫാക്ടറികളുടെ സ്ഥാപനത്തിന്റെയും വിപണന നിയന്ത്രണത്തിന്റെയും കഥകളാണ് ഇവിടുത്തെ മേൽക്കൂരകൾ പറയുന്നത്. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 2025 ഫെബ്രുവരി 16 ലക്ഷദ്വീപ സമർപ്പണം നടക്കും. മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടിയായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വിദേശത്ത് അവയവദാനം ചെയ്തതിലൂടെ ഇന്ത്യയുടെ അഭിമാനമായ കാസർഗോഡ് സ്വദേശിയുടെ കുടുംബം ജപ്തി ഭീഷണിയിൽ. യുഎഇയിൽ വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച വളാന്തോട് ചാമുണ്ടിക്കുന്നിലെ PR രതീഷിന്റെ കുടുംബമാണ് ജപ്തി ഭീഷണി നേരിടുന്നത്. അഡ്വർടൈസിംഗ് കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായി 10 വർഷം മുൻപാണ് വളാന്തോട് ചാമുണ്ടിക്കുന്നിലെ PR രതീഷ് ദുബായിലേക്ക് യാത്ര തിരിച്ചത്. അമ്മ പുഷ്പമണിക്കും സഹോദരിക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച രതീഷിന് ബാധ്യതകളും ഏറെയായിരുന്നു. സഹോദരിയുടെ വിവാഹം, വീട് എന്നിവയ്ക്കായി വലിയ കടബാധ്യതയും നേരിടേണ്ടി വന്നു. ഇതോടെയാണ് രതീഷ് പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ദുബായിൽ വെച്ചാണ് രതീഷിന് അപകടം സംഭവിച്ചത്. രാവിലെ ജോലിക്ക് പോകാൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റതിനാൽ 2 ശസ്ത്രക്രിയകൾ നടത്തി. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാർച്ച് 5-ന് ഡോക്ടർമാരുടെ സംഘം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് UAE ആരോഗ്യ മന്ത്രാലയം രതീഷിന്റെ ആരോഗ്യസ്ഥിതിയും അവയവദാനത്തിന്റെ പ്രാധാന്യവും കുടുംബത്തെ ധരിപ്പിച്ചു. നഴ്സ് കൂടിയായ സഹോദരി രമ്യ അവയവദാനത്തിന് സമ്മതമറിയിക്കുകയും ചെയ്തു. 5 പേർക്ക് ജീവിതം നൽകിക്കൊണ്ടാണ് രതീഷ് യാത്രയായത്. ഹൃദയം, വൃക്കകൾ, കരൾ, ശ്വാസകോശം എന്നീ അവയവങ്ങളാണ് രതീഷ് പകുത്തു നൽകിയത്. അതേസമയം രതീഷിന്റെ വേർപാട് തളർത്തിയത് കുടുംബത്തെയാണ്. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ ഉരുകുമ്പോഴും വീടും പറമ്പും ജപ്തി ചെയ്യാൻ ബാങ്കിൽ നിന്ന് നടപടി തുടങ്ങിയതും അമ്മയ്ക്ക് തിരിച്ചടിയായി. മകന്റെ വേർപാടും ജപ്തി ഭീഷണിയും ഈ കുടുംബത്തിന് ഇരട്ടപ്രഹരമായിരിക്കുകയാണ്. തന്റെ മകൻ വർഷങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഈ അമ്മ. മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ എടുത്തത്. ഇപ്പം എൻ്റെ മകൻ ഇതുപോലെ ദുബായി വെച്ചിങ്ങനെ ആക്സിഡൻറ്റിൽ ആളും പോയി. അപ്പോൾ എനിക്ക് തിരിച്ചടയ്ക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ആരുടെയെങ്കിലും സഹായം കിട്ടണം. അവൻ നിന്ന കമ്പനിയിൽ നിന്നാണെങ്കിൽ ഞാൻ അവർക്ക് കമ്പനിക്കാർക്ക് മെസ്സേജ് അയച്ചു, കത്തയച്ചു. എന്നിട്ട് അതിനും മറുപടിയൊന്നുമില്ല. ഒരു മറുപടി അവർ തന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഒന്നാമത്തെ കാര്യം സുഖമില്ല. ഇത് തിരിച്ചടയ്ക്കാൻ എങ്ങനെ വഴി കാണുന്നുള്ള അതിനുള്ള പൈസ കണ്ടെത്തുമെന്നുള്ള ഒരു വിഷമത്തിലിരിക്കുകയാണ് ഞാൻ. അത് നല്ലവരായ മനുഷ്യർ സഹായിക്കും എന്നുള്ള. രതീഷിന്റെ കുടുംബത്തിനായി നാട് കൈകോർക്കേണ്ട സമയമാണിതെന്ന് വാർഡ് മെമ്പർ പ്രീതി പറഞ്ഞു. മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു. മകൻ വിദേശത്ത് പോയി. മകൻ വിദേശത്ത് പോയതോടുകൂടി ഒരു വീട് വെക്കാനുള്ള സ്വപ്നത്തിൽ അവർ ഒരു ലോൺ എടുത്ത് വീട് വെച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ വിദേശത്ത് വെച്ച് മകൻ നഷ്ടപ്പെട്ടു. മസ്തിഷ്ക മരണമായതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ 5 അവയവങ്ങൾ ദാനം ചെയ്ത് 5 ജീവൻ രക്ഷപ്പെടുത്തിയ ഒരു കുടുംബമാണ്.
പക്ഷേ മരണത്തോടനുബന്ധിച്ച് ആ കുടുംബത്തിന് യാതൊരുവിധ സഹായവും ഇന്നേവരെ കിട്ടിയിട്ടില്ല. ഇന്ന് ഈ വിധവയായ സ്ത്രീ വീടും സ്ഥലവും ജപ്തി, ഏതാണ്ട് 1.5 ഏക്കർ സ്ഥലവും ഒരു ചെറിയൊരു കടക്കാടവുമുള്ള ചേച്ചി ഇന്ന് പൂപണയ ബാങ്കിൻ്റെ ജപ്തി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. തീർത്തും നിർധനയായ ഈ ചേച്ചിയുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് മറ്റൊരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഇങ്ങനെയൊരു വാർത്തയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ബാങ്കിലെ ബാധ്യത അടച്ചു തീർക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് രതീഷിന്റെ അമ്മ. സ്വന്തം വീട്ടിൽ ബാധ്യതകളില്ലാതെ മകന്റെ ഓർമ്മകളുമായി കഴിയണമെന്ന പ്രാർത്ഥന മാത്രമേ പുഷ്പമണി അമ്മയ്ക്കുള്ളൂ. ക്യാമറമാൻ രാജേഷ് ഓട്ടമലയ്ക്കൊപ്പം വിസ്മയ സത്യൻ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. കാസർഗോഡ് പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം മന്ത്രവാദിനിയും സംഘവും തട്ടിയെടുത്ത 37 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ സംഘം തട്ടിയെടുത്ത 92 പവൻ സ്വർണം കണ്ടെടുക്കാനായി. മന്ത്രവാദത്തിന്റെ പേരിൽ 596 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഗഫൂർ ഹാജിയിൽ നിന്ന് ജിന്നുമയും സംഘവും തട്ടിയെടുത്തത്. കൊല്ലപ്പെട്ട പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫാറൂഖിയ പള്ളിക്ക് സമീപത്തെ ബൈത്തുൽ റഹ്മയിലെ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും കാണാതായ സ്വർണ്ണാഭരണങ്ങളിൽ 37 പവൻ കൂടി കണ്ടെടുത്തു. കാസർഗോഡ് നഗരത്തിലെ ജ്വല്ലറികളിൽ നിന്നാണ് പ്രതികളുമായി എത്തിയ അന്വേഷണ സംഘം സ്വർണം കണ്ടെടുത്തത്. ഇതിനു പുറമെ 1-ാം പ്രതി മന്ത്രവാദിനിയുടെ ഭർത്താവ് TM ഉബൈസ് ചട്ടഞ്ചാലിനടുത്ത് ഒരു സഹകരണ സംഘത്തിൽ പണയപ്പെടുത്തിയ 11 പവൻ സ്വർണം തിരിച്ചുകിട്ടാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകി. ഇതൊഴികെ ഇതുവരെ 96 പവൻ സ്വർണം അന്വേഷണ സംഘത്തിന് വീണ്ടെടുക്കാനായി. സംഘം തട്ടിയെടുത്ത സ്വർണങ്ങളിൽ ഏറെയും വിൽപ്പന നടത്തിയതും പണയപ്പെടുത്തിയതും കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ്. ഗഫൂർ ഹാജിയിൽ നിന്ന് സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് 596 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പ്രതികൾ തട്ടിയെടുത്തത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ ഗഫൂർ ഹാജി സ്വർണം തിരിച്ചു ചോദിച്ചതോടെയാണ് അരും കൊല ആസൂത്രണം ചെയ്തത്. 2023 ഏപ്രിൽ 14-ന് പ്രതികൾ ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തി. തല ഭിത്തിയിലിടിച്ചായിരുന്നു കൊലപാതകം. 1.5 വർഷത്തിന് ശേഷമാണ് പ്രതികൾ അറസ്റ്റിലാകുന്നത്. തിങ്കളാഴ്ചയാണ് 4 പ്രതികളെയും ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. 10 ദിവസത്തേക്കായിരുന്നു കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതെങ്കിലും 3 ദിവസത്തേക്ക് മാത്രമാണ് കോടതി അനുവദിച്ചത്. പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുള്ളതിനാൽ വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ഇതിനിടെ കേസിൽ കൊല്ലപ്പെട്ട അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മാതാവ് കക്ഷി ചേരാനുള്ള നടപടി തുടങ്ങിയതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പ്രതികൾ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസ് അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഉദുമ മാങ്ങാട് കൂളിക്കുന്നിലെ മന്ത്രവാദിനിയായ ജിന്നുമ എന്ന ഷമീമ, ഭർത്താവ് ഉവൈസ്, മുക്കൂട് ജിലാനി നഗറിലെ താമസക്കാരിയും പൂച്ചക്കാട് വലിയ പള്ളിക്കടുത്ത് PM അസ്നിഫ, മധുർ കൊല്ലിയയിലെ ആയുഷ എന്നിവരാണ് കേസിലെ പ്രതികൾ. DCRB DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കോവിഡ് കെയർ സെന്ററിൽ കഴിയുന്നതിനിടെ രക്ഷപ്പെട്ട പ്രതി 4 വർഷത്തിന് ശേഷം അറസ്റ്റിൽ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആദം ഖാനാണ് അറസ്റ്റിലായത്. കൈക്കമ്പയിലെ വീട്ടിൽ വന്ന വിവരമറിഞ്ഞ് വീട് വളഞ്ഞ് സാഹസികമായാണ് ആദം ഖാനെ പോലീസ് പിടികൂടിയത്. വധശ്രമത്തിനു പുറമെ നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണ്. കോവിഡ് മഹാമാരി കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി നീലേശ്വരം പടന്നക്കാട് കോവിഡ് കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ച ആദം ഖാൻ 2020 സെപ്റ്റംബർ 29 രാത്രിയിലാണ് ഇവിടെ നിന്നും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഉപ്പളയിലെ മുസ്തഫയെ 2019 ഡിസംബർ 26 വധിക്കുവാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഉൾപ്പെട്ടയാളായിരുന്നു ആദം ഖാൻ. കൊലപാതക ശ്രമത്തിനു ശേഷം ആദം ഖാനും കൂട്ടാളി നൌഷാദും രക്ഷപ്പെട്ടിരുന്നു. കാസർഗോഡ് DYSP ആയിരുന്ന P ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരുടെ ഒളിത്താവളം കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി നടപടികൾക്ക് ശേഷം ആദം ഖാനെ കോവിഡ് കെയർ സെന്ററിൽ പാർപ്പിക്കുകയായിരുന്നു. കോവിഡ് കെയർ സെന്ററിന്റെ 2-ാം നിലയിലെ ജനൽ വഴി താഴെയിറങ്ങിയാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇതിനുശേഷം ഇയാളെ കണ്ടെത്തുവാനും പിടികൂടുവാനുമായി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും പിടികൂടുവാനായിരുന്നില്ല. കോവിഡ് കെയർ സെന്ററിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം കർണാടക, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം കേരളത്തിലെ ചില കേന്ദ്രങ്ങളിലും ഇയാൾ ഒളിവിൽ താമസിച്ചിരുന്നു. ഈ 3 സംസ്ഥാനങ്ങളിലായി വധശ്രമം, മോഷണം, കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ നിരവധി കേസുകൾ ആദം ഖാന്റെ പേരിലുണ്ട്. പല കേസുകളിലും ഇയാൾക്ക് വാറണ്ടുമുണ്ട്. വർഷങ്ങളായി പോലീസ് തേടിക്കൊണ്ടിരുന്ന പ്രതി ചൊവ്വാഴ്ച രഹസ്യമായി കൈക്കമ്പയിലെ വീട്ടിൽ വന്ന വിവരമറിഞ്ഞ് വീട് വളഞ്ഞാണ് സാഹസികമായി പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു.
ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാർ, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ, SI രതീഷ് ഗോപി, CPOമാരായ വിജയൻ, KM അനീഷ് കുമാർ, M സന്ദീപ്, CH ഭക്തശൈൽവൻ എന്നിവർ ചേർന്നാണ് ആഥം ഖാനെ പിടികൂടിയത്. പ്രതിയെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ലോക മനുഷ്യാവകാശ ദിനാചരണം ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പനത്തടി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി പനത്തടി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ലോക മനുഷ്യാവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച് പാസാക്കിയ മനുഷ്യാവകാശങ്ങൾ ഇന്ന് 75 വർഷം പൂർത്തിയായി 76ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. രാജ്യവും ലോകവും വളരെ ദുർഘടമായ ഒരു ഭൂതകാലത്തിൽ നിന്നും ഇന്നത്തെ അഭിവൃദ്ധിയിലേക്ക് നടന്നു കയറിയത് കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. നമുക്കറിയാം, 2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷമാണ് ഐക്യരാഷ്ട്രസഭ ഉണ്ടായത്. അന്നേക്ക് ശേഷം യുദ്ധക്കെടുതികളും. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ്, TLSC സെക്രട്ടറി PV മോഹനൻ എന്നിവർ സംസാരിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് സുരേശൻ PP സ്വാഗതവും PLV മഹേശ്വരി K നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് MR ശിവപ്രസാദ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. അന്തിയുറങ്ങാൻ സ്വന്തമായി വീടില്ലാത്തവരെ ചേർത്ത് പിടിച്ച് കാസർഗോഡ് ജില്ലയിലെ തീയ സമുദായ അംഗങ്ങളുടെ കൂട്ടായ്മയായ ശക്തി കാസർഗോഡ് പ്രവാസി കൂട്ടായ്മ സ്നേഹവീട് എന്ന പദ്ധതിയുടെ 2ാമത്തെ വീടിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു. പൂച്ചക്കാട് സ്വദേശിനിയായ P ചിത്രയുടെ കുടുംബത്തിനാണ് സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങളുമായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ കൂട്ടായ്മയാണ് ശക്തി കാസർഗോഡ് പ്രവാസി കൂട്ടായ്മ. കാസർഗോഡ് ജില്ലയിലെ തീയ സമുദായ അംഗങ്ങളുടെ കൂട്ടായ്മയായ ശക്തിയുടെ തണലിൽ പൂച്ചക്കാട് സ്വദേശിനിയായ ചിത്രയുടെയും മക്കളുടെയും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവും. സ്നേഹവീട് എന്ന പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ സമുദായ ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിച്ച അപേക്ഷകളിൽ നിന്നും 2ാമത്തെ സ്നേഹവീട് ചിത്രയ്ക്കും കുടുംബത്തിനും നിർമ്മിച്ചു നൽകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. വീടിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് പൂച്ചക്കാട്ട് നടന്നു. നിർധന കുടുംബങ്ങൾക്ക് സാന്ത്വന സ്പർശമേകാൻ ശക്തി കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ടെന്നും കൂട്ടായ്മയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം മുഖ്യകർമ്മി സുനീഷ് പൂജാരി പറഞ്ഞു. UAE പ്രവർത്തിക്കുന്ന ശക്തി കാസർഗോഡ് എന്ന സംഘടന തീയ സമുദായത്തിൻ്റെ സംഘടനയാണ്. ആ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ട് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ വിസ്തീരിച്ച പോലെ അസുഖം വന്നവർക്കും മറ്റ് നിർധനായ കുടുംബങ്ങൾക്കും സ്വാന്തന സ്പർശം നൽകാൻ എപ്പോഴും ശക്തി കൂടെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൈച്ചയിൽ ഒരു 3-4 വർഷം മുമ്പ് ഒരു ഭവനം പൂർത്തീകരിച്ച് അതിൻ്റെ ഉടമക്ക് അതിൻ്റെ വീട്ടുകാർക്ക് കൊടുത്തിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ മറ്റ് അസുഖങ്ങളും മറ്റും വർദ്ധിച്ചു വരുന്ന ആ കാലഘട്ടത്തിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തീബ നഴ്സിംഗ് ഹോമിൽ ഡയാലിസിസ് സെൻ്റർ തുടങ്ങുകയുണ്ടായി. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ശക്തി എന്ന സംഘടന ഇപ്രാവശ്യം നമ്മൾ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ പൂച്ചക്കാട് പ്രാദേശിക സമിതിയിൽപ്പെടുന്ന P ചിത്ര എന്ന് പറഞ്ഞ നിർധനായ കുടുംബത്തിനാണ് വീട് വെച്ച് നൽകുന്നത്. അതിന് എല്ലാവിധ സന്തോഷം ഞങ്ങൾക്ക് എല്ലാ പ്രാദേശിക സമിതിയോടൊപ്പം ഭരണസമിതിക്കും ക്ഷേത്ര സ്ഥാനികന്മാരെന്ന നിലയിലും വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ശക്തി എന്ന സംഘടനയ്ക്കാവട്ടെ, അതിലെ ഓരോ പ്രവർത്തകന്മാർക്കും സർവ്വ ഈശ്വരങ്ങളും അനുഗ്രഹം ഉണ്ടാകുന്നത് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. 2025 വിഷുദിനത്തോടെ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുമെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആപ്തവാക്യം ഉൾക്കൊള്ളിക്കൊണ്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് ശക്തി കാസർഗോഡ് UAE. കാസർഗോഡ് ജില്ലയിലെ പ്രവാസികളായ തീയ സമുദായ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ശക്തി കാസർഗോഡ്. ഇതിലെ മെമ്പർമാരുടെ ക്ഷേമൈശ്വര്യവും അതുപോലെ തന്നെ ജീവകാരുണ്യം, പിന്നെ സാമൂഹിക സാംസ്കാരിക തലത്തിലെ
പ്രവർത്തനമാണ് ശക്തി കാസർഗോഡ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ അംഗങ്ങൾ കൂടാതെ കാസർഗോഡ് ജില്ലയിലെ നാനാ പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്നത് മാരകമായ അസുഖം കൊണ്ടും അസുഖത്തിനു വേണ്ടി സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവർക്ക് ശക്തി കാസർഗോഡ് ഒരുപാട് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2005 നവംബർ അവസാനത്ത് കൂടിയാണ് നമ്മളെ ഈ ശക്തി കാസർഗോഡ് എന്ന ഈ സംഘടന രൂപീകരിച്ചത്. ഏകദേശം 18-19 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മേഖല ജീവകാരുണ്യ പ്രവർത്തനം കുറച്ച് വിപുലമായി ചെയ്യണമെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഒരു സ്നേഹവീട് എന്ന പദ്ധതി പ്രകാരം ഇന്ന് ഈ പൂച്ചക്കാട് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള രണ്ടാമത്തെ ഒരു വീടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആദ്യത്തെ വീട് ഞങ്ങൾ നീലീശ്വരം മൈച്ചയിൽ കൊടുക്കുകയുണ്ടായി. ഈ രണ്ടാമത്തെ വീട് നമ്മുടെ പൂച്ചക്കാടുള്ള ചിത്ര പി എന്ന ആ കുടുംബത്തിനാണ് കൊടുക്കുന്നത്, നിർദ്ധനായ കുടുംബങ്ങൾക്ക്. ഈ വീട് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് ഇത് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലപരിധി കാസർഗോഡ് ജില്ലയിലെ എല്ലാ അമ്പലപരിധിയുടെ കീഴിൽ നമ്മൾ ഈ അപേക്ഷകൾ അയച്ചിട്ട് അവിടെ നിന്ന് അവർ അയച്ചു തന്ന അപേക്ഷ പ്രകാരം ഏകദേശം 10-36 അപേക്ഷകൾ നമ്മൾക്ക് കിട്ടുകയുണ്ടായി. അതിൽ നിന്നെല്ലാം വളരെയധികം സൂക്ഷ്മാവലോകനം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ക്രോഡീകരിച്ച് 11 വീടുകൾ നമ്മൾ കണ്ടെത്തി എല്ലാ പ്രദേശത്തും ഞങ്ങൾ പോയി ആ വീട് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ കണ്ടതിൽ വെച്ച് എന്ന് വെച്ചാൽ എല്ലാ വീടുകളും ഈ വീടിന് അർഹരായവരാണ്. പക്ഷേ നമ്മൾക്കിപ്പോൾ ഒരു വീടിന് മാത്രമേ നമ്മൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും കൂടി ഒരു അർഹമായ ഒരു വീട് എന്ന നിലയിലാണ് പൂച്ചക്കാട്ട് നമ്മുടെ ചിത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ശക്തി കാസർഗോഡ് ഈ രണ്ടാമത്തെ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ നായത്താർ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, ശക്തി കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് അച്യുതൻ പള്ളം, സെക്രട്ടറി വി കുഞ്ഞിക്കണ്ണൻ, ശക്തി മുൻ പ്രസിഡന്റും തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റുമായ ഗണേശൻ അരമങ്ങാനം, ശക്തി മുൻ ട്രഷറർ രാമകൃഷ്ണൻ പെരിയ, മുൻ ജോയിന്റ് സെക്രട്ടറി മണി കൂവത്തൊട്ടി, മുതിർന്ന അംഗങ്ങളായ എച്ച് ഉണ്ണികൃഷ്ണൻ, എച്ച് വിശ്വംഭരൻ, കുമാരൻ മാണിമൂല, പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര ഭരണസമിതി ജനറൽ സെക്രട്ടറി പി കെ രാജേന്ദ്രനാഥ്, ട്രഷറർ ചിത്ര ഭാനു, വൈസ് പ്രസിഡന്റ് അപ്പു കെ വി, സെക്രട്ടറിമാരായ ഗിരീഷ് ബാബു, പ്രദീപ് കുമാർ, കേന്ദ്ര കമ്മിറ്റി അംഗം സുകുമാരൻ പൂച്ചക്കാട് എന്നിവരും ശക്തി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗത്തിലൂടെ തിളങ്ങിയ കാശിഷ് മുകേഷ് അഭിനയത്തിലും തിളങ്ങി. അജാനൂർ പഞ്ചായത്ത് കേരളോത്സവ നാടക മത്സരത്തിലൂടെയാണ് കാശിഷ് തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ചത്. കോവിഡ് കാലത്ത് തന്റെ മാതാവിനെയും സഹോദരങ്ങളെയും ചേർത്തുപിടിച്ച് ജീവിതത്തിലേക്ക് കടന്നുവന്ന കാശിഷ് മുകേഷ് എന്ന ഉത്തരേന്ത്യക്കാരിയായ എന്നാൽ ഇപ്പോൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദമുയർത്തി കേരളക്കാരിയായ അജാനൂരിന്റെ ഈ പെൺകരുത്ത് കേരളോത്സവ നാടക മത്സരത്തിൽ മാറ്റുരച്ച് തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ചിരിക്കുകയാണ്. നാടക മത്സരത്തിൽ 2ാം സ്ഥാനമാണ് തന്റെ ടീമായ നെഹ്റു ബാലവേദിയാൻ സർഗവേദിയുടെ നൂലുകൊണ്ട് മുറിവേറ്റവർ എന്ന നാടകത്തിന് ലഭിച്ചത്. നാടകത്തിൽ മികവാർന്ന അഭിനയമാണ് കാശിഷ് മുകേഷ് കാഴ്ചവെച്ചത്. ആന്ധ്രയിലെ കർഷകന്റെ യഥാർത്ഥ ജീവിതകഥ പറയുന്നതാണ് നൂലുകൊണ്ട് മുറിവേറ്റവർ എന്ന ഏകാംഗ നാടകം. കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങി തന്റെ നെൽകൃഷിയിൽ നിന്നും പരുത്തി കൃഷിയിലേക്ക് തിരയുന്ന കർഷകൻ നെൽക്കള്ളിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം. കോട്ടപ്പാറ സനാതന കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായ കാശിഷ് മുകേഷ് തന്മയത്വമാർന്ന മലയാള സംഭാഷണത്തിലൂടെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആന്ധ്രയിലെ കർഷകന്റെ യഥാർത്ഥ ജീവിതകഥ ആസ്പദമാക്കി ഇ വി ഹരിദാസ് രചിച്ച നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് ചന്ദ്രൻ കരുവാക്കോടാണ്. കാശിഷ് മുകേഷിനെ കൂടാതെ വിനേഷ് ബാബു, കൃഷ്ണപ്രസാദ് വി വി, ഹരിഗോവിന്ദ്, ഗായത്രി ഗോപാൽ, കൃഷ്ണപ്രസാദ് ബി കെ, സുകേഷ്, പ്രജിത് ബി കെ, അർജുൻ കെ വി, അർജുൻ പി എന്നിവരും അരങ്ങിലെത്തി. ഉത്തരേന്ത്യക്കാരായ ഇവരുടെ പിതാവിന്റെ അസുഖം മൂലം ജീവിത പ്രതിസന്ധിയിൽപ്പെട്ട ഉഴലുമ്പോഴും തന്റെ 6 സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ച് അമ്മ പൂജയോടൊപ്പം വെള്ളിക്കുത്ത് വാടക ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ കേരളത്തിന്റെ മകളായി കഴിയുകയാണ് ഇവർ. ഇത്തവണ കേരളോത്സവത്തില് ഞാൻ നാടകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദേവമാന്നുള്ള റോളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ നെഹ്റു ബാലവേദി സർഗവേദിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക് യു സോ മച്ച് പറയുന്നത്. അതുപോലെ തന്നെ എന്നെ ഈ ഒരു സ്റ്റാൻഡിൽ നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു റോള് തന്നെ എവ്രിവൺ, ഫാമിലി ആയാലും പാരന്റ്സ് ആയാലും ക്ലബ്ബത്തെ മെമ്പേഴ്സ് ആയാലും എല്ലാം സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പറയുന്നത്. ഇതുവരെ ഞാൻ പാർലമെന്റിൽ സ്പീച്ച് പറഞ്ഞായിരുന്നു. ഇപ്രാവശ്യം കേരളോത്സവത്തിന് സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ എല്ലാവരും അനുഗ്രഹം വേണം.
മീൻസ് ബ്ലോക്ക് മാത്രമല്ല നാഷണൽ ലെവൽസിൽ എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും അനുഗ്രഹം വേണം. എന്ത് വന്നാലും കേരളം വിട്ടുപോവില്ല എന്നതാണ് ഇവരുടെ ദൃഢപ്രതിജ്ഞ. മകളുടെ ദൃഢനിശ്ചയത്തിനും മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിനും കൂട്ടായി അമ്മ പൂജ നിഴലായി കൂടെ തന്നെയുണ്ട് എന്നത് കാശിഷിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കേരളോത്സവത്തിൽ ഹിന്ദി പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കൂടി നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ടൈൽ ഫാക്ടറികളുടെ ചരിത്രം പറഞ്ഞ് ആലന്തട്ടയിലെ ജാനകി സദനം. ദക്ഷിണേന്ത്യയിലെ ഓട്ട് ഫാക്ടറികളുടെ സ്ഥാപനത്തിന്റെയും ഓടിനുണ്ടായിരുന്ന വിപണന നിയന്ത്രണത്തിന്റെയും കഥകളാണ് ജാനകി സദനത്തിലെ മേൽക്കൂര പറയുന്നത്. ആലന്തട്ടയിലെ ജാനകി സദനത്തിൽ ചെന്ന് മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ഓടുകൾ ദക്ഷിണേന്ത്യയിലെ ഓട്ട് ഫാക്ടറികളുടെ സ്ഥാപനത്തിന്റെയും ഓടിനുണ്ടായിരുന്ന വിപണന നിയന്ത്രണത്തിന്റെയും കഥകൾ പറയുന്നു. 10ലധികം ഓട്ട് കമ്പനികളിൽ നിർമ്മിച്ച ഓടുകൾ കൊണ്ടാണ് 4 കെട്ട് മാതൃകയിൽ നിർമ്മിച്ചിരുന്ന വീടിന്റെ മേൽക്കൂരയിൽ ഓട് പാകിയിട്ടുള്ളത്. 1888 സ്ഥാപിതമായ മംഗലാപുരം ടൈൽസ്, 1888 സ്ഥാപിച്ച നാഷണൽ ടൈൽസ്, 1889 സ്ഥാപിതമായ BMD ഡിസൂസ ആൻഡ് സൺസ്, 1888 സ്ഥാപിച്ച മംഗലാപുരത്തെ ഹാമർ ടൈൽസ്, പല വർഷങ്ങളിലായി സ്ഥാപിക്കപ്പെട്ട നീലേശ്വർ ടൈൽ വർക്ക്സ്, നീലേശ്വരത്തെ ദാമോദർ ടൈൽസ്, മംഗലാപുരത്തെ എക്സ്ട്രാ സ്ട്രോങ് ടൈൽസ്, പാപ്പരശ്ശേരി ടൈൽസ് തുടങ്ങിയ ഓട് ഫാക്ടറികളിൽ നിർമ്മിച്ച ഓടുകൾ കൊണ്ടാണ് മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ആലന്തട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വളരെ പഴക്കം ചെന്ന ഒരു വീട്ടിലാണുള്ളത്. ഇത് പണ്ട് കാലത്ത് ഒരു 4 കെട്ടായിരുന്നു. പിന്നീട് അതിൻ്റെ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പല ഭാഗങ്ങളും പൊളിച്ചു നീക്കുകയും നിലവിലുള്ള ഭാഗങ്ങൾ വളരെ നന്നായി അതിൻ്റെ ഇപ്പോഴുള്ള ഉടമസ്ഥർ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് ഇതിൻ്റെ നിർമ്മിതിയുടെ ഒരു പ്രത്യേകത വിവിധ കമ്പനികളുടെ വിവിധ പേരുകളിലുള്ള ഒരു 10ഓളം കമ്പനികളുടെ ഓടുകൾ ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ബാർബോസ, പിൻഡോ, പിന്നീട് ഹാമർ, നാഷണൽ തുടങ്ങി മംഗലാപുരത്തും നമ്മുടെ നീലേശ്വരം ഭാഗത്തുമുള്ള വ്യത്യസ്ത കമ്പനികളുടെ ഓടുകൾ ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ മരമാണ് ഇതിന് നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രാദേശിക ചരിത്ര ഗവേഷകനായ സന്തോഷ് കായലംകോട് അറിയിച്ചതിനനുസരിച്ച് ചരിത്ര ഗവേഷകരും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര അധ്യാപകരുമായ ഡോക്ടർ നന്ദകുമാർ കൊറോത്ത്, ഡോക്ടർ AM അജേഷ് എന്നിവർ ആലന്തട്ടയിലെത്തി ജാനകി സദനത്തിലെ മേൽക്കൂരയുടെ ചരിത്ര പ്രാധാന്യം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം
നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. DTC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോട് കൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയ്സ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848 628282. വാർത്തകൾ തുടരുന്നു. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 2025 ഫെബ്രുവരി 16 ലക്ഷംദീപ സമർപ്പണം നടക്കും. മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടിയായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 2025 ഫെബ്രുവരി 16 നടക്കുന്ന ലക്ഷംദീപ സമർപ്പണത്തിന്റെ ഭാഗമായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു. വാഴക്കോട് സുബ്രഹ്മണ്യ ക്ഷേത്രം മാതൃസമിതി പ്രസിഡന്റ് റിനി വിമൽ മാതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി ജയശ്രീ തമ്പാൻ സ്വാഗത ഭാഷണം നടത്തി. മാതൃസമിതി പ്രസിഡന്റ് ഗോപകുമാരി അധ്യക്ഷത വഹിച്ചു. ലക്ഷംദീപം ആഘോഷ കമ്മിറ്റി ചെയർമാൻ ദാമോദരൻ ആർക്കിടെക്ട്, ബാലൻ മാസ്റ്റർ പരപ്പ, ക്ഷേത്രം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ്, സെക്രട്ടറി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആധ്യാത്മികതയിൽ മാതൃത്വത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ബാലഗോപാൽ ലാലൂർ അമ്മമാർക്ക് ക്ലാസ് എടുത്തു. നമ്മുടെ ജലമാണ് എവിടെ അർപ്പിക്കുന്നത്, അഭിഷേകം ചെയ്യുന്നത്, പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ആദ്യം നമ്മൾ വിഗ്രഹത്തിലേക്കെല്ലാം എല്ലാ ചൈതന്യങ്ങളും ആവാഹിക്കുന്നത് ഇതിലേക്കാണ്, ജലത്തിലേക്കാണ്, അല്ലെ? ചൂടുവെള്ളം പച്ചവെള്ളത്തിൽ വീണാലും പച്ചവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ വീണാലും ഒരേ അവസ്ഥയായിരിക്കും, അത് തണുത്ത അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയാണ് നമ്മൾ ഇവിടെ കണ്ടത്, നേരത്തെ ലക്ഷ്മണ ഉപദേശം എന്ന് പറയുന്ന ഭാഗത്ത് കണ്ടത്. അതോടൊപ്പം ഈ ജലത്തിന് എല്ലാം ആകിരണം ചെയ്യാനുള്ള ശേഷിയുണ്ട്. തുടർന്ന് ജനറൽ ബോഡി യോഗവും വിളക്ക് പൂജയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 10 ദിവസം നീളുന്ന മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് ഒരുക്കങ്ങളായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് നജ്മ തബ്ഷിറ തുടങ്ങിയ പ്രമുഖ പ്രാസംഗികർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും. ഡിസംബർ 13 രാവിലെ 10 മണിക്ക് പൂർവികർക്ക് പ്രാർത്ഥനയുമായി ഖബർ സിയാറത്ത് നടക്കും. 14, 15 തീയതികളിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പാട്ടുവണ്ടി നടത്തും. 15 ശാഖാതലങ്ങളിൽ പതാകദിനം ആചരിക്കും. ഡിസംബർ 18 രാവിലെ 9:30 വടക്കേ കൂവലിൽ യുവ വനിതാ സംഗമം നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ഒക്ടോബർ 30 തുടങ്ങി ഡിസംബർ 20 അവസാനിക്കുന്ന സമ്മേളനം ഇനി ഗ്രാമോത്സവവും ഗ്രാമയാത്രയ്ക്ക് ശേഷം ഡിസംബർ 13 നമ്മുടെ പൂർവീകർ കരിക്കുക എന്ന
പരിപാടി ഡിസംബർ 14-15 തീയതികളിൽ യൂത്ത് ലീഗിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള STUവിൻ്റെ ഓട്ടോ തൊഴിലാളികളുടെ പാട്ടുവണ്ടി ഡിസംബർ 15 പതാകയിലും 19 വൈകുന്നേരം 3:30 ഉടുമ്പൻതലയിൽ നിന്ന് തൃക്കരിപ്പൂരിലേക്ക് കൊടിമര ജാഥയും 5 മണിക്ക് തങ്കയത്തിൽ നിന്ന് പതാക ജാഥയും നടക്കും. ഡിസംബർ 20 വൈകുന്നേരം 3 മണിക്ക് ബാൻഡ് സ്കൗട്ട് അകമ്പടിയോടെ ടൗണിലേക്ക് ബീരിച്ചേരിയിൽ നിന്നും 1000-ൽ പരം യുവജനങ്ങൾ അണിനിരക്കുന്ന റാലി നടക്കും. വൈകുന്നേരം സംസ്ഥാന നേതാക്കൾ അണിനിരക്കുന്ന പൊതുസമ്മേളനവും നടക്കും. ശാഖകളിൽ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി അമ്പെയ്ത്ത്, ചായമക്കാനി, പെനാൽറ്റി ഷൂട്ടൌട്ട് എന്നിവ ഇതിനകം നടന്നു. 50 ദിവസത്തോളം പ്രചാരണാനുബന്ധ പരിപാടികൾക്ക് ശേഷമാണ് 10 ദിവസം നീളുന്ന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. പ്രസിഡന്റ് മെഹബൂബ് ഐറ്റി, സെക്രട്ടറി സിറാജ് വടക്കുംപാട്, VPP ഷുഹൈബ്, ഫായിസ് ബീരിച്ചേരി, അസ്ഹറുദ്ദീൻ മണിയനോടി, മർസൂഖ് റഹ്മാൻ, NKP ഹാഫിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. CPM മുൻ ജില്ലാ സെക്രട്ടറി AK നാരായണൻ അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. CPM മുൻ ജില്ലാ സെക്രട്ടറി AK നാരായണന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം നടത്തി. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ബീഡി തൊഴിലാളി ഫെഡറേഷൻ, കേരളത്തിലെ എല്ലാ ബീഡി തൊഴിലാളി യൂണിയനുകളുടെയും ഏകോപന സമിതിയുടെ നേതാവായിരുന്നു സഖാവ് C ആയിരുന്നു ബീഡി തൊഴിലാളികളുടെ സമുന്നതനായ നേതാവ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള കണ്ണൂരിലെ സഖാവ് KP സഹദേവൻ ബീഡി തൊഴിലാളി സംഘടനയുടെ ഏറ്റവും ഊർജ്ജസ്വലനായ നേതാവായിരുന്നു, ഇപ്പോഴും നേതാവാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചു. CPIM-ൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചു. അത്തരമൊരു സഖാവിൻ്റെ വിയോഗം എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്നതാണ്. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇടതുപക്ഷമാണ് അന്നും ഇന്നും തൊഴിലാളികൾക്ക് കരുത്തും ഊർജവും നൽകുന്ന പ്രസ്ഥാനമെന്നും തൊഴിലാളികൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് പടപൊരുതിയ നേതാവാണ് AK നാരായണനെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ ഏരിയ സെക്രട്ടറി M പൊക്ലൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, സാബു എബ്രഹാം, അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ, PK നിഷാന്ത്, കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് AITUC നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം AITUC നടത്തുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോട്ട് നിന്നും ആവേശകരമായ തുടക്കം. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് AITUCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായാണ് വടക്കൻ മേഖലാ ജാഥ സംഘടിപ്പിക്കുന്നത്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ, ജാഥ ലീഡർ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തോട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണിക്കാത്ത വിവേചനം രാഷ്ട്രീയമായ കാരണങ്ങളാൽ വളരെ ബോധപൂർവം കാണിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ജീവിത അനുഭവമാണ്. വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം, ന്യായമായും ചെയ്യാൻ കഴിയുന്ന കാര്യം, സാങ്കേതികത്വങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഇതൊക്കെ ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന് ഒരു തടസ്സവുമില്ല എന്ന് ഒട്ടേറെ തവണ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. 1 രൂപ കൊണ്ടുപോകുമ്പോൾ 20, 21, 22 പൈസ മാത്രം ഇങ്ങോട്ട് തന്നിട്ട് ബാക്കിയെല്ലാം സുഖമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നു എന്ന് പറയുന്നത് മര്യാദകേടും അപമാനവും ക്രൂരതയുമാണ് എന്ന കാര്യത്തിനകത്തൊരു സംശയമില്ല. അതുകൊണ്ട് ഈ സംവിധാനം ആകെ പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സംഘാടക സമിതി ചെയർമാൻ V രാജൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ ബിജു ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ MLA, CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു, AITUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KS കുര്യാക്കോസ്, ജില്ലാ ജനറൽ സെക്രട്ടറി T കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജാഥയിൽ സംസ്ഥാന സെക്രട്ടറിമാരായ KK അഷ്റഫ് വൈസ് ക്യാപ്റ്റനും KG ശിവാനന്ദൻ ഡയറക്ടറുമായി. R പ്രസാദ്, P സുബ്രഹ്മണ്യൻ, വിജയൻ കുനിശ്ശേരി, KV കൃഷ്ണൻ, CK ശശിധരൻ, ചെങ്ങറ സുരേന്ദ്രൻ, താവം ബാലകൃഷ്ണൻ, PK മൂർത്തി, KC ജയബാലൻ, K മല്ലിക, എലിസബത്ത് അസീസി,
PK നാസർ എന്നിവർ അംഗങ്ങളായി. കാസർഗോഡ് ജില്ലയിലെ പര്യടനത്തിന് ശേഷം ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. 17-ന് തൃശൂരിലാണ് ജാഥ സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ATUC തൊഴിലാളി പ്രക്ഷോഭ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുക, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ATUCയുടെ നേതൃത്വത്തിൽ 2025 ജനുവരി 17 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായി പ്രക്ഷോഭ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റന് വിവിധ സംഘടനകൾ ഹാരാർപ്പണം നടത്തി. തുടർന്ന് പ്രക്ഷോഭ ജാഥയ്ക്ക് ആധാരമായ വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ജാഥ ലീഡറായ TJ ആഞ്ചലോ സംസാരിച്ചു. 1920 മുതൽ ഇന്ന് വരെ ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും എല്ലാം അത്തരം നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മഞ്ചേശ്വരത്ത് നിന്ന് ജാഥ തുടങ്ങുമ്പോൾ നമ്മുടെ സീനിയർ നേതാവ് താവും പറഞ്ഞു, കാനന്തായൻ്റെ നേതൃത്വത്തിൽ 40 ദിവസക്കാലം നീണ്ടുനിന്ന കാൽനട ജാഥ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിച്ചേക്കായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് VS മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ 3 ജാഥകൾ കേരളത്തിൽ പര്യടനം നടത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് തൊഴിലാളികളുടെ മാർച്ച് സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഏത് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നു എന്ന് നോക്കിയല്ല. സംഘാടക സമിതി ചെയർമാൻ N. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KG ശിവാനന്ദൻ ഡയറക്ടറും KK അഷ്റഫ് വൈസ് ക്യാപ്റ്റനുമായ പ്രക്ഷോഭ ജാഥയിൽ R. പ്രസാദ്, P. സുബ്രഹ്മണ്യൻ, വിജയൻ കുനിശ്ശേരി, KV കൃഷ്ണൻ, CK ശശിധരൻ, ചെങ്ങറ സുരേന്ദ്രൻ, K. മല്ലിക, എലിസബത്ത് അസീസി, PK നാസർ എന്നിവർ അംഗങ്ങളാണ്. സ്വീകരണ പരിപാടിയിൽ KC ജയപാലൻ, CK ശശിധരൻ, KS കുര്യാക്കോസ്, T. കൃഷ്ണൻ, P. വിജയകുമാർ, ബിജു ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ A. ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റായിരുന്ന K. നസീമ ടീച്ചറുടെ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. IUML ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റായിരുന്ന K. നസീമ ടീച്ചറുടെ അനുസ്മരണം IUML ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഒരു ഇത്രയും മാരകമായ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ആരെയും അറിയിക്കാതെ നല്ല ജനങ്ങളുമായും വനിതാ ലീഗിന്റെ നേതാക്കളുമായും മറ്റ് പ്രവർത്തകരുമായും ഒക്കെ നല്ല രീതിയിൽ ഇടപെടാൻ അവർ ശ്രമിച്ചിരുന്നു. പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലും അവരുടെ ജോലിയിലും കൃത്യമായി മുഴുകിയിരുന്നു എന്നത് അവരുടെ പ്രവർത്തനത്തിന്റെ മനോധൈര്യത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു കൊടുക്കാനും പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പാടുപെട്ടുകൊണ്ട് പ്രസ്ഥാനത്തെ ജില്ലയിലെ ഏറ്റവും വലിയൊരു ശക്തിയായി മാറ്റിയെടുക്കുന്നതിന് നസീമ ടീച്ചർ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് എന്നത് നമുക്കാർക്കും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് മുംതാസ് സെമീറ അധ്യക്ഷത വഹിച്ചു. ആയിഷ ഫർസാന പ്രാർത്ഥന നടത്തി. വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സാഹിന സലീം സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻ മന്ത്രിയുമായിരുന്ന CT അഹമ്മദ് അലി, AM കടവത്ത്, ആയിഷ സത്താർ, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, KE ബക്കർ, ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്.
ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. വിനോദസഞ്ചാര മേഖലയിലെ അനന്ത സാധ്യതകൾ ലക്ഷ്യമിട്ട് ഉത്തരവാദിത്വ ടൂറിസം നടപ്പാക്കാൻ കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ തീരദേശ പഞ്ചായത്ത് പരിധിയിലെ അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് 3 ദിവസങ്ങളിലായി വലിയ പറമ്പിൽ തീരസംഗമം നടത്തും. ഡിസംബർ 13 മുതൽ 15 വരെയാണ് പരിപാടി നടക്കുക. കടലോളം ഒരുമയുടെ തീരസംഗമം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, അജാനൂർ, പള്ളിക്കര, ഉദുമ, ചെമ്മനാട്, കുമ്പള, മംഗൽപാടി, മഞ്ചേശ്വരം പഞ്ചായത്തുകളിലെയും കാസർഗോഡ് നഗരസഭയിലെയും 2000-ൽ പരം കുടുംബശ്രീ അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും. വലിയപറമ്പ് കോർണിഷ് ബീച്ചിലാണ് സംഗമം നടത്തുന്നത്. വലിയപറമ്പിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ഹോം സ്റ്റേ ഒരുക്കുന്നതിനുള്ള പരിശീലനവും തീരസംഗമത്തിന്റെ ഭാഗമായി നടക്കും. ഡിസംബർ 13 രാവിലെ 10 വലിയപറമ്പ് പാലം പരിസരത്ത് നിന്നും തീരസംഗമ നഗരിയിലേക്ക് കുടുംബശ്രീ അംഗങ്ങൾ നയിക്കുന്ന ഘോഷയാത്ര നടക്കും. അഭിമാനകരമായിട്ടുള്ള 3 നാളുകളാണ് പടികടന്നു വരുന്നത്. 13 തൊട്ട് 15 വരെ ഇവിടെ DMC സൂചിപ്പിച്ചതുപോലെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കടലോളം എന്നാണ് നമ്മളതിന് പേരിട്ടിട്ടുള്ളത്. ആ ഒരു പരിപാടി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ CDSകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ 450ഓളം പേരാണ് ഓരോ ദിവസങ്ങളിലായിട്ട് എത്തപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വലിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 10 പഞ്ചായത്തിലൊന്നാണ് വലിയപറമ്പ്. നമുക്കറിയാം, തദ്ദേശീയരായിട്ടുള്ള ജനതയ്ക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയിട്ടുള്ള വലിയൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ സംരംഭം എന്നുള്ള രീതിയിലേക്ക്
ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മൾ ഹോം സ്റ്റേ എന്നുള്ള ഒരു ഇതിലേക്ക് കടക്കുകയാണ്. 11 മണിക്ക് എം രാജഗോപാലൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ അധ്യക്ഷത വഹിക്കും. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഹോം സ്റ്റേ സംരംഭം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ലഹരിമുക്ത ക്ലാസ്, സിനിമാ പ്രദർശനം, കലാസന്ധ്യ എന്നിവ ആദ്യ ദിനത്തിൽ നടക്കും. 14-ന് നടക്കുന്ന സർഗമാല സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് സംരംഭകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. തുടർന്ന് ഫിഷറീസ് സെമിനാർ നടക്കും. തുടർന്ന് ഡിസാസ്റ്റർ സെമിനാർ, രംഗശ്രീ ഔട്ട്ഡോർ സ്കിറ്റ്, കലാസന്ധ്യ എന്നിവ നടക്കും. 15-ന് ആദരം, ബാലസഭ, വയോജന സംഗമം എന്നിവ നടക്കും. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്യും. സിനിമാ സീരിയൽ താരം മുനിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സമാപന സമ്മേളനവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല, വലിയപറമ്പ് കുടുംബശ്രീ CDS അധ്യക്ഷ EK ബിന്ദു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ E രത്നേഷ്, M കൃഷ്ണ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്തൃക മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. 2024 ജൂലൈയിൽ പ്രാബല്യത്തിൽ വന്ന പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും ഒറ്റത്തവണയായി നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, മെഡിക്കൽ അലവൻസ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, 70 വയസ്സ് കഴിഞ്ഞ പെൻഷനേഴ്സിന് അധിക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. 1978 ആദ്യമായി പെൻഷൻ പരിഷ്കരണം നടന്നത്. അതുവരെ നമുക്ക് പെൻഷൻ പരിഷ്കരണം ഉണ്ടായിരുന്നില്ല. അതിനു പകരം പെൻഷൻ വർധനവായിരുന്നു ഉണ്ടായിരുന്നത്. ജീവനക്കാരുടെ ശമ്പളം പുതുക്കുമ്പോൾ നമ്മുടെ പെൻഷൻകാർക്ക് ഒരു വർധനവ്, ചെറിയ തോതിൽ ഒരു വർധനവ് നൽകി വന്നു. 78 പൂർണ്ണമായും ശമ്പള പരിഷ്കരണത്തോടൊപ്പം തന്നെ പെൻഷൻ പരിഷ്കരണവും നടന്നത്. അന്ന് 85 രൂപയായിരുന്നു അടിസ്ഥാന പെൻഷൻ, മിനിമം പെൻഷൻ, 15 രൂപ ക്ഷാമാശ്വാസം, അങ്ങനെ 100 രൂപയായിരുന്നു 78 ഒരു പെൻഷൻകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം VV ബാലകൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് V കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി K ചന്ദ്രശേഖരൻ സ്വാഗതവും ട്രഷറർ K സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇരുവൃക്കകളും തകരാറിലായ അമ്പലത്തറയിലെ സലാം ചികിത്സാ സഹായം തേടുന്നു. നാട്ടുകാർ രൂപീകരിച്ച ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി ചാലഞ്ച് സംഘടിപ്പിച്ചു. അമ്പലത്തറയിൽ താമസിക്കുന്ന സലാം എന്ന 35 വയസ്സുകാരൻ ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ്. ഭാരിച്ച തുക ആവശ്യമുള്ള ചികിത്സയ്ക്ക് ധനസമാഹരണത്തിനായി നാട്ടുകാർ മുൻകൈയെടുത്ത് രൂപീകരിച്ച ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി ചാലഞ്ച് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സബിത CK ഉദ്ഘാടനം ചെയ്തു. അമ്പലത്തറയിലെ വിദ്യാലയം താമസിക്കുന്ന സലാം എന്ന 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ 2 വൃക്കകളും തകരാറിലായിട്ട് ഡയാലിസിസ് ഉൾപ്പെടെ ചെയ്തു വരികയാണ്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ട് അമ്പലത്തറയിൽ വിശദമായ ചികിത്സാ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതിൻ്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് ആളുകളിൽ നിന്നും പരമാവധി സഹായങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ. വാർഡ് മെമ്പർ സബിത CK കൺവീനറായും സാലിഹ് വൈറ്റ് ഹൌസ് ചെയർമാനായും ബിജു കണ്ടത്തിൽ ട്രഷററായുമുള്ള കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കമ്മിറ്റിയുടെ ധനശേഖരണാർത്ഥം അമ്പലത്തറ ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ട് തുറന്നു. സുമനസ്സുകളുടെ സഹായം കാത്തു കഴിയുകയാണ് 35 വയസ്സുകാരനായ സലാം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരുതടി മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടന്നുവരികയാണ്. എല്ലാ ദിവസവും രാവിലെ മുതൽ നടക്കുന്ന പാരായണത്തിൽ പങ്കെടുക്കുന്നത് നിരവധി പേർ. പ്രസിദ്ധമായ പെരുതടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 2ാം ദിനത്തിൽ രാവിലെ മുതൽ പാരായണം നടന്നു. ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ
ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ദിവസവും നിരവധി പേരാണ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമാവുവാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും രാവിലെ 6 മണി മുതൽ 8:30 വരെയും 9 മണി മുതൽ 12:30 വരെയും 2 മണി മുതൽ 6 മണി വരെയും പാരായണം നടക്കും. അവിടെ വെച്ച് പറഞ്ഞു, ഉണ്ണി കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങ് ഗൃഹസ്ഥാശ്രമത്തിൽ അങ്ങയുടെ പുത്രനായിട്ട് ഞാൻ തന്നെ അവതരിക്കാൻ പറഞ്ഞു. ഇന്നില്ലേ ഭഗവാന്റെ മകനായിട്ട് വന്നാൽ പിന്നെ തീർന്നില്ലേ? നമ്മളൊരു സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നു. സപ്താഹവേദിയിൽ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, 3 നേരത്തെ പൂജ, വൈകുന്നേരം 7 മണിക്ക് സമൂഹ സഹസ്രനാമ പാരായണം എന്നിവയും നടക്കും. 2017 ആദ്യമായിട്ട് ഇവിടെ ദുരാചാരങ്ങളെല്ലാം അകറ്റുവാൻ വേണ്ടി ഒരു സപ്താഹയജ്ഞം വേണമെന്ന നിലയിൽ തുടക്കം കുറിച്ചു. ആ സപ്താഹയജ്ഞം വളരെയധികം ഭംഗിയായി ഇവിടെ നടന്നു. അതിനുശേഷം അന്നാണ് ഇവിടെ യാതൊരു ഈ കാണുന്ന രീതിയിലുള്ള ഒരു പദ്ധതികളുമില്ല. ഒരു ആനപ്പന്തൽ വേണം എന്നുള്ളത് അന്ന് ആ സപ്താഹത്തിൽ വെച്ച് ഫണ്ട് സ്വരൂപിച്ചു. ആ സപ്താഹത്തിൽ വെച്ച് ഫണ്ട് സ്വരൂപിച്ച് അതിനുശേഷം അതിന്റെ പ്രവർത്തനം തുടങ്ങി. ഞങ്ങളുടെ ഉയർച്ച. ഡിസംബർ 16 തിരുവാതിര ആഘോഷം. വിവിധ പൂജാതി കർമ്മങ്ങൾ നടക്കും. ന്യൂസ് ബ്യൂറോ, രാജപുരം. മടിക്കൈ ചെറുവൈ തറവാട് കളിയാട്ട മഹോത്സവം നടന്നു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. തെയ്യക്കുലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കളിയാട്ട സന്നിധിയിലെത്തിയത് നിരവധി പേർ. മടിക്കൈ ചെറുവൈ തറവാട് കളിയാട്ട മഹോത്സവം നടന്നു. കല്ലുരുട്ടി, കരുവാളൻ, കുട്ടിച്ചാത്തൻ, രക്തേശ്വരി, പനിയൻ, ഭൈരവൻ, പൊട്ടൻ, ചാമുണ്ടി, വിഷ്ണുമൂർത്തി, നീരളി ചാമുണ്ടി, ഗുളികൻ, ധൂമർ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങൾ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദേശത്ത് അവയവദാനം ചെയ്തതിലൂടെ അഭിമാനമായ കാസർഗോഡ് സ്വദേശിയുടെ കുടുംബം ജപ്തി ഭീഷണിയിൽ. യുഎഇയിൽ വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച വളാന്തോട് ചാമുണ്ടിക്കുന്നിലെ PR രതീഷിന്റെ കുടുംബമാണ് ജപ്തി ഭീഷണി നേരിടുന്നത്. പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം. മന്ത്രവാദിനിയും സംഘവും തട്ടിയെടുത്ത 37 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൂടി കണ്ടെടുത്തു. വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കോവിഡ് കെയർ സെന്ററിൽ കഴിയുന്നതിനിടെ രക്ഷപ്പെട്ട പ്രതി 4 വർഷത്തിന് ശേഷം അറസ്റ്റിൽ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആദം ഖാനാണ് അറസ്റ്റിലായത്. ലോക മനുഷ്യാവകാശ ദിനാചരണം. ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പനത്തടി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്തിയുറങ്ങാൻ സ്വന്തമായി വീടില്ലാത്തവരെ ചേർത്തുപിടിച്ച് ശക്തി കാസർഗോഡ് പ്രവാസി കൂട്ടായ്മ. സ്നേഹവീട് എന്ന പദ്ധതിയുടെ 2ാമത്തെ വീടിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് പൂച്ചക്കാട്ട് നടന്നു. ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗത്തിലൂടെ തിളങ്ങിയ കാശിഷ് മുകേഷ് അഭിനയത്തിലും തിളങ്ങി. അജാനോ പഞ്ചായത്ത് കേരളോത്സവ നാടക മത്സരത്തിലൂടെയാണ് കാശിഷ് തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ചത്. ടൈൽ ഫാക്ടറികളുടെ ചരിത്രം പറഞ്ഞ് ആലന്തട്ടയിലെ ജാനകി സദനം. ഓട്ട് ഫാക്ടറികളുടെ സ്ഥാപനത്തിന്റെയും വിപണന നിയന്ത്രണത്തിന്റെയും കഥകളാണ് ഇവിടുത്തെ മേൽക്കൂരകൾ പറയുന്നത്. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 2025 ഫെബ്രുവരി 16 ലക്ഷദ്വീപ സമർപ്പണം നടക്കും. മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടിയായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.